ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശൗമേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് കൊണ്ടുവരാം. 15-ാം അധ്യായം, 1 ശൗമേൽ 15-ാം അധ്യായം, അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. മതി. ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയം അമാലേക്യർ യാത്രാമധ്യേ ബലഹീനരെ കണ്ട് അവരെ ഉപദ്രവിച്ചതായ ഉപദ്രവം ആര് കണ്ടു? ദൈവം കണ്ടു. നമ്മുടെയും ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതകളുണ്ട്. ബലഹീനമായ അവസ്ഥകൾ. ആ സമയത്ത് ഇത് താപ്പാണ് എന്ന് കരുതി ആരേലും മണ്ടേ കയറിയാൽ അത് കാണുന്ന ഒരു ഉടമസ്ഥനുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഇസ്രായേൽ ജനം. അവരെ പുറപ്പെടുവിച്ചത് ദൈവമാണ്. നാം എങ്ങോട്ടുള്ള യാത്രയിലാണ്? നിത്യമായ രാജ്യത്തിലേക്ക്, ലോകമാകുന്ന സമുദ്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ നമ്മുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ ബലഹീന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിന്റെ മധ്യത്തിലാണ് ചില സന്ദർഭങ്ങളിൽ പിശാച് പണി നടത്തുന്നത്. സ്തോത്രം. അത് ഉപയോഗിക്കുന്നത് വ്യക്തികളെയാണ്. സ്തോത്രം. വ്യക്തികളെയാണ് ഉപയോഗിക്കുന്നത്, സത്യമാണ്. പക്ഷേ ഇത് കാണുന്ന ഒരു ഉടമസ്ഥനുണ്ട്. അപ്പോൾ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്യർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആര് കുറിച്ചു വച്ചിരിക്കുന്നു? സ്തോത്രം. ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകണം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരണം. 17-ാം അധ്യായത്തിന്റെ
8 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അത് മുഴുവൻ വായിക്കേണ്ട. 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വാൽത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് അശേഷമായി എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അത് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേര്. ഇത് യഥാർത്ഥമായി അവരോട് യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യോശുവയാണ് ആളുകളെ കൂട്ടി യുദ്ധം ചെയ്യുന്നത്. മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറി കരമുയർത്തി നിലകൊള്ളുകയാണ്. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഈ കരം കുറെ നേരം ഉയർത്തുമ്പം പതുക്കെ പതുക്കെ ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് താണ് പോരും. ഇത് താണ് വരുന്ന സമയത്ത് അമാലേക്യർ ജയിക്കുകയാണ്. ഇത് കണ്ടതായ അഹരോൻ, വേറെ ഒരുവനും കൂടെ ഹൂരും, ഇവർ രണ്ടുപേരും ചെന്ന് മോശയുടെ കരം താങ്ങിപ്പിടിക്കുന്നത് കാണുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ഇസ്രായേൽ ജനം അമാലേക്യരോട് പൊരുതി ജയാളികൾ ആകുന്നത് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ മോശയോട് പറയുകയാണ്, ഇത് നീ എന്ത് ചെയ്യണം? ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഈ ഭൂമിയിൽ പല നിലകളിൽ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുള്ളൊരു കേൾവിയാണ്, ഇവിടെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും എന്ത് ചെയ്യാം, ഒന്നും കൂടെ പറയാം. ഒരു ധനിക കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട് അന്ന് ഇതുപോലെയുള്ള ചുമരുള്ള പ്രാർത്ഥന സ്ഥലമൊന്നുമില്ല. ഓല മേഞ്ഞതും ഓല കൊണ്ട് മറച്ചതൊക്കെയാണ് ആദ്യത്തെ പ്രാർത്ഥന സ്ഥലങ്ങൾ. ഇത് വലിയ ധനിക കുടുംബമാണ്. അപ്പൊ അവർക്ക് നാണക്കേടായ ഒരു പണിയാണ് അവരുടെ സഹോദരി ചെയ്തത് എന്ന് കണ്ടപ്പോൾ 4-5 സഹോദരന്മാരുണ്ട്. ഒരു ദിവസം ശുശ്രൂഷ നടക്കുന്ന സമയം, തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് അപ്പവും വീഞ്ഞും മേശപ്പുറത്ത് ദൈവദാസൻ ഒരുക്കി വെച്ചിട്ടുള്ള സമയം, ഇവര് ചെന്ന് അപ്പവും വീഞ്ഞൊക്കെ എടുത്ത് എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞ് അലങ്കോലമാക്കി ഇവർ പോകുവാനിടയായി. സ്തോത്രം. അങ്ങനെ ദൈവദാസനെ ഉപദ്രവിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ദൈവദാസൻ പറഞ്ഞു, സാറേ, ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ആ പോലീസുകാരൻ ഈ മനുഷ്യനെ ചീത്തി പിടിച്ച് എന്ത് ചെയ്തു? പോയി. സ്തോത്രം. ഇന്നാണല്ലോ ആ പണിയൊന്നും ഇല്ലാത്ത. ആദ്യകാലങ്ങളിൽ ധനികരായ വീടുകളിലൊക്കെ ഈ തോട്ടയും പടക്കം ഒക്കെ ഈ കാടുകളിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് പണി നടത്തുന്ന പരിപാടികളുണ്ട്. അപ്പം ഏതോ ഒരു വിശേഷ ദിവസം കൊച്ചുമക്കൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സന്ദർഭം, ഇവരുടെ കൊച്ചുമക്കൾ എന്ത് ചെയ്തു? കളിച്ചുകൊണ്ടിരിക്കല് അകത്ത് ഇവർ ഒരുക്കി വെച്ചിരുന്ന പന്നിപ്പടക്കോ എന്തോ അതെന്ത് ചെയ്തു? കൂട്ടിയൊക്കെ കൊടുത്തു. പടപട എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? പൊട്ടി. ആ വീട്ടിലത്തെ തലമുറകളെല്ലാം ഇല്ലാതെ ആയതായ ഒരു സന്ദർഭം. അതിൻ്റെയും കണക്കെഴുത്ത് നടത്താനായിട്ട് വന്നത് ഈ പോലീസുകാരനാണ്. അപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ കേസ് ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇതുപോലെ ചെയ്യില്ലായിരുന്നു. അപ്പൊ തമ്പുരാൻ കേസ് ഏറ്റെടുത്ത് ചെയ്തപ്പോൾ
ഇതുപോലെ ചെയ്യുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. അപ്പോൾ ബലഹീനരല്ല ആര്? ദൈവമക്കൾ. ബലമുള്ള ഒരുവന്റെ കരത്തിലെ ആയുധങ്ങളാണ് ദൈവമക്കൾ. സ്തോത്രം. ആർക്കും വന്ന് കേറി നിരങ്ങാവുന്ന വ്യക്തികളല്ലെന്ന് ദൈവമക്കൾ. സ്തോത്രം. ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥന്റെ കരം ചലിക്കുവാൻ തുടങ്ങിയാൽ, ഉടമസ്ഥന്റെ കരം പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ആർക്കും തടുക്കുവാൻ കഴിയാത്ത, ആർക്കും ചിന്തിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് ഇന്ന് പകൽ മറക്കരുത് കേട്ടോ. സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തോട് കംപ്ലൈന്റ് പറഞ്ഞോ? ഞങ്ങൾക്ക് വേണ്ടി ന്യായം നടത്തണമെന്ന് ഇവർ പരാതി കൊടുത്തോ? പക്ഷെ ആര് പരാതി എഴുതി വെച്ചു? ഉടമസ്ഥൻ തന്നെ എന്ത് ചെയ്തു? അപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഗുസ്തിയൊന്നും പിടിക്കേണ്ട. നമ്മൾ ശാന്തമായി എന്ത് ചെയ്താൽ മതി? നിന്നാ മതി. അതിനു വേണ്ട കൃപ ചോദിച്ചു മേടിച്ചാൽ മതി. ബാക്കി കാര്യം ആര് കൈകാര്യം ചെയ്തോളൂ. ആ ഒരു ബോധ്യം ഹൃദയത്തിനകത്തുണ്ടാകണം. എന്നാൽ ഇത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് പ്രഥമ രാജാവായ ശൗലിനെയാണ്. ശമൂവേലിന്റെ പുസ്തകത്തിൽ. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? അത് ദൈവത്തിന് അതിവേദനയായ ഒരു വിഷയമായി മാറി. അവിടെയാണ് ശമൂവേൽ വന്ന് ശൗലിനോട് പറയുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയ വചനം അനുസരിക്കുവാനുള്ള ഒരു മനസ്സ്, ഹല്ലേലൂയ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, അത് ഇങ്ങനെയായാലോ അങ്ങനെയായാലോ അങ്ങനെ ഒരു ചോദ്യമില്ല. ദൈവം എന്തു പറഞ്ഞു അതനുസരിക്കുക. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്വം. അപ്രകാരം ഒരു നിലവാരത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുവാൻ നമുക്കൊരുങ്ങാം. അതിന്റെ പശ്ചാത്തലം മുഴുവൻ നിങ്ങൾക്കറിയാവുന്നതാണ്. അവിടെ വളരെ കൃത്യമായി പറയുന്നു, ശാഠ്യം എന്താണെന്നും മത്സരം എന്താണെന്നും അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. സാഹചര്യത്തിനനുസരിച്ച് വാശി പിടിക്കുന്ന സ്വഭാവം, സാഹചര്യത്തിനനുസരിച്ച് ഹല്ലേലൂയ വിവിധ നിലകളിൽ മത്സരിക്കുന്ന ഒരു സ്വഭാവം, അത് പാടില്ലെന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുകയാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ദൈവവചന വ്യവസ്ഥ പ്രകാരം യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടെങ്കിൽ നീ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ മാത്രം മതി. വഴിയിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക്, വഴിയിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾക്ക് ഉത്തരവാദി സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവം അത് ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ മതിയായവനാണ്. നമ്മുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ യാത്ര ചെയ്യുക, നേരോടെ നിൽക്കുക. അത് മാത്രമാണ് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. പ്രതികൂലം നിനക്കൊണ്ടോ, അത് കൈകാര്യം ചെയ്യുവാൻ ഉടമസ്ഥനുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനു നേരെ വരുന്ന ഏതവസ്ഥകളെയും നേരിടുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന ഒരു ദൂതഗണമുണ്ട് കേട്ടോ, ഒരു സംരക്ഷണ വലയമുണ്ട് കേട്ടോ. അതിനെ ഭേദിക്കുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കോ ഒരു ശത്രുവിന്റെ പ്രവർത്തിക്കോ കഴിയുകയില്ലെന്ന് ഒരു ബോധ്യം അകത്തളത്തിലുള്ള
അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആമേൻ. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയാം എന്ന് മാറ്റമില്ലാത്ത വചനം പറയുന്നു. മനുഷ്യന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. നിനക്ക് വേണ്ടിയുള്ള ഒരു സംരക്ഷണ വലയമുണ്ട്. ഹല്ലേലൂയ. ആ സംരക്ഷണ വലയത്തെ നഷ്ടപ്പെടുത്താതെ, ആ ദൈവ സാന്നിധ്യം വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഇടയാകട്ടെ. അത് മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ചോദിക്കുന്നത്. വചനത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. ഞാനൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ ഇട്ടു തരികയാണ്. സ്തോത്രം. വിവരിപ്പാൻ ഒട്ടനവധിയുണ്ട്. ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവാത്മാവ് നൽകിയത് മാത്രം കൈമാറ്റം ചെയ്ത് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കരുണയുള്ള ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, അവിടുത്തെ കരുതലിനായി സ്തോത്രം, അവിടുത്തെ നടത്തിപ്പിനായി സ്തോത്രം, അവിടുത്തെ പ്രവർത്തികൾക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംരക്ഷണത്തിനായി സ്തോത്രം, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ യാത്ര ചെയ്യട്ടെ, ഈ ബലത്തോടെ ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യട്ടെ. ദൈവകൃപയുടെ മഹത്വം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. അന്ധകാര ശക്തികൾ തകരട്ടെ. വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ ശത്രുവിന്റെ പദ്ധതികൾ മാറിപ്പോകട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മുഴുവകത്വവും അങ്ങയ്ക്ക് അർപ്പണം ചെയ്യുന്നു. സമയം കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപയുടെ മറവിൽ മറയപ്പെടട്ടെ. ദൈവപ്രവൃത്തി അവരിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പല അനുഗ്രഹമായി ഭവിക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാനെ യഹോവായേ, മനസ്സാലെ ഉടയ മഹോന്നത മനസ്സാലെ ഉടയ മഹോന്നത പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പ് കാവൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മകത്വ രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.